കയറിയാൽ 1.5 മണിക്കൂർ നിങ്ങൾ ഈ മാർക്കറ്റുകളെ കുറിച്ച്, അത് 1.5 മണിക്കൂർ കൊണ്ട് ചിലപ്പം തീരണമെന്നില്ല. ഹായ് ഹലോ, വെൽക്കം യു ആൾ ടു എൻട്രിയ. ഐ ആം കാവ്യ. സോ സെറ്റ് എക്കണോമിക്സിന്റെ പഠിത്തമൊക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയാവുക അല്ലെങ്കിൽ അധ്യാപകനാവുക എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ അത് HSST മാത്രമല്ല VHSCയിലും അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷകളിലൊന്നാണ് സെറ്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്കണോമിക്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ്. ഒരു 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് അത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഡേ 1 നമ്മളിവിടെ ടൈമോട് കൂടി എത്ര ഹവർ നിങ്ങൾ പഠിക്കണം എന്നുള്ളതും കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. 1.5 മണിക്കൂർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, യൂട്ടിലിറ്റി അനാലിസിസ്, കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതേപോലെ തന്നെ ഡേ 1 അടുത്ത 1.5 മണിക്കൂർ ഡിമാൻഡ് അനാലിസിസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലെ? ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് പഠിക്കേണ്ടത്. പിന്നെയുള്ള 1 മണിക്കൂർ എന്ന് പറയുന്നത് MCQ സെഷനും അതേപോലെ റിവിഷനും വേണ്ടിയിട്ട് നിങ്ങൾ ഡിവോട്ട് ചെയ്യണം. അതായത് നിങ്ങൾ ഒരു ദിവസത്തെ കണക്കെടുത്ത് നോക്കിയാൽ ആ ദിവസം തന്നെ നിങ്ങൾ പഠിച്ച ടോപ്പിക് എന്താണോ അതുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ചെയ്തു പോവുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുവോ അത്രത്തോളം നമ്മൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾ MCQവും അതുപോലെ തന്നെ റിവിഷനും കൂടെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡേ 2 പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങൾ 1.5 മണിക്കൂർ പ്രൈസ്, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്, ഹിക്സ് ആൻഡ് അലന്റത്, സ്ലട്സ്കിന്റേത്, ഇവരുടെ നിങ്ങൾ ആക്ച്വലി ഒരു MCQ മോഡിലുള്ള എക്സാമിനാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിനോട് പറയുന്നതാണ്, ഒരിക്കലും നമ്മൾ വാരി വലിച്ചുള്ള ഒരു പഠനമല്ല വേണ്ടത്. MCQ മോഡിലാകുമ്പോൾ ക്വസ്റ്റ്യൻസും അത്തരത്തിൽ ഫോർമുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാനായിട്ട്. അടുത്ത 1.5 മണിക്കൂർ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. പിന്നെയുള്ള 1 മണിക്കൂർ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അവിടെ റിവിഷൻ പകരം ഇവിടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്ക് തന്നെ കയ്യിൽ വെക്കുക. ബിക്കോസ് നമുക്ക് മാത്തമാറ്റിക്കൽ ഏരിയാസും കവർ ചെയ്യാനുണ്ട്. സോ അതും കൂടെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അവിടെ നമുക്ക് മൈക്രോയുടെ മേഖലയിലാണെങ്കിലും മാക്രോയിലാണെങ്കിലും മാത്തമാറ്റിക്കലിന്റെ ഏരിയയിലാണെങ്കിലും നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട്. സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡേ 3 പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഹിക്സ് ആൻഡ് സ്ലട്സ്കി ഇഫക്റ്റുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഹിക്സ് ആൻഡ് സ്ലട്സ്കി ഇഫക്റ്റുകളെ കുറിച്ച് പഠിക്കുക. പിന്നെയുള്ള 1.5 മണിക്കൂർ റിവീൽഡ് പ്രിഫറൻസ് തിയറി, വളരെ ഇമ്പോർട്ടന്റ് ആ സാമുവൽസന്റെ കോൺസെപ്റ്റ്, അല്ലെ? അവരുടെ അസംഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് മുതലായ കാര്യങ്ങളാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറിയും ബ്ലെൻഡ് ചെയ്യുന്ന കോൺസെപ്റ്റ്സുമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അതിന്റെ പ്രിൻസിപ്പിൾസ്, അതേപോലെ ട്രാൻസിറ്റിവിറ്റി എന്ന കോൺസെപ്റ്റ് എന്താണ് രേഖപ്പെടുത്തുന്നത് മുതലായ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെയുള്ള 1 മണിക്കൂർ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത്. അവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാ സെഷൻസും, ഇപ്പൊ തിയററ്റിക്കൽ സെഷൻസ് ആണെങ്കിൽ അവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസും സ്ട്രെസ്സും കൊടുത്ത് പഠിക്കേണ്ടത് പ്രീവിയസ് തന്നെയാണ്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം നിങ്ങൾ സോൾവ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു ഏത് പെർട്ടിക്കുലർ ഏരിയ ആണോ നിങ്ങൾ കവർ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ഏരിയയുമായിട്ട് നിങ്ങൾ കുറച്ചുകൂടെ അടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത് മോർ ആയിട്ട് എന്ത് പ്രാക്ടീസ് ചെയ്യുക, PYQs പ്രാക്ടീസ് ചെയ്യുക. ഡേ 4 പ്രവേശിച്ചാൽ അവിടെ 1.5 മണിക്കൂർ നിങ്ങൾ ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി, റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ദ തിയറി ഓഫ് ഡിമാൻഡ് ആണ് പഠിക്കേണ്ടത്. പിന്നെയുള്ള 1.5 മണിക്കൂർ LES CS ഡിമാൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിക്കുക. ഇത് രണ്ടും പഠിക്കുന്ന സമയത്ത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, രണ്ട് കോൺസെപ്റ്റും എങ്ങനെയാണ് ഡുവൽ ചെയ്ത് കിടക്കുന്നത് മുതലായ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ പിന്നീടുള്ള 1 മണിക്കൂർ റിവിഷനായി വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഡിവോട്ട് ചെയ്യുക.
ഡേ 5 കടന്നാൽ ഇനി ഒരു മൊത്തത്തിലുള്ള ഒരു റിവിഷൻ സെറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുക, PYQs പ്രാക്ടീസ് ചെയ്യുക. ഏകദേശം 3 മണിക്കൂറോളം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു PYQ സെഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ടോപ്പിക്കുകൾ എല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമാണ് നിങ്ങൾക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ഡേ 6 കടന്നാൽ 1.5 മണിക്കൂർ നിങ്ങൾ ഡൈനാമിക് ഡിമാൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. പിന്നെയുള്ള 1.5 മണിക്കൂർ ഡുവാലിറ്റി ആൻഡ് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷനെ കുറിച്ച് പഠിക്കുക. പിന്നെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ബാൻഡ് വാഗൺ, സ്നോ ബാൻഡ്, വെബിളൻ എഫക്റ്റിന് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോന്നും എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത്. വ്യത്യാസം പരസ്പരം എങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ബാൻഡ് വാഗൺ ആണെങ്കിൽ നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടുള്ള ഇലാസ്റ്റിസിറ്റി ആണ് വരുന്നത്. സ്നോ ആണെങ്കിൽ നെഗറ്റീവ് ആണ്. വെബ്ലൻ ആണെങ്കിൽ ലക്ഷൂറിയസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതൊന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഡേ 7 കയറിയാൽ ട്രഡീഷണൽ ആൻഡ് മോഡേൺ തിയറി ഓഫ് കോസ്റ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് 1.5 മണിക്കൂർ പഠിക്കേണ്ടത്. പിന്നെ കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നോക്കുക. അതുമായി റിലേറ്റ് ചെയ്യുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഞാൻ മുമ്പേ പറഞ്ഞു, എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ എഫിഷ്യന്റ് ആയി മാറുകയാണ് ചെയ്യുന്നത്. സോ ഓരോ മേഖലയിലും മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് നോക്കുക. അത് നമുക്ക് ഒരു ദിവസം തന്നെ എക്സ്ട്രാ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ആ ടൈം ഡിവോട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡേ 8 കടന്നാൽ അവിടെ CS, VS ആൻഡ് ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 1.5 മണിക്കൂർ ഡിവോട്ട് ചെയ്യുക. ഇത് 1.5 മണിക്കൂർ പഠിക്കാനുണ്ടോ ചോദിച്ചാൽ വളരെ ഡീറ്റെയിൽ ആയി തന്നെ. നമ്മൾ തിയറി ഒരുപാട് വായിക്കുക എന്നുള്ളതല്ല, വളരെ ഡീറ്റെയിൽ ആയി MCQ മോഡിൽ വേണം നിങ്ങൾ എപ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യാൻ. പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം, ഐസക്കോണ്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് റിവിഷൻ, എത്രത്തോളം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഡേ 8 തന്നെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെയും നിങ്ങൾ 1.5 മണിക്കൂർ ഐസക്കോണ്ട് അനാലിസിസിന് ഡിവോട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വീണ്ടും, കാരണം ഒരു ദിവസം അത്രത്തോളം ടോപ്പിക് നമുക്ക് ചില ദിവസങ്ങളിൽ പഠിക്കാൻ കാണും. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസവും അത് ഡിവോട്ട് ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾ പഠിച്ച് തീർക്കുന്നതിനനുസരിച്ച് നിങ്ങൾ അതിനെ അലൈൻ ചെയ്യാം. പിന്നെയുള്ള 1.5 മണിക്കൂർ ഐസക്കോസ്റ്റ് അനാലിസിസ്, ടെക്നിക്കൽ പ്രോഗ്രസ്, ഹാരോഡ് ആൻഡ് ഹിക്സ് വെർഷന് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്യുക. പിന്നെയുള്ള 1 മണിക്കൂർ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഞാൻ പറഞ്ഞു ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൽ തന്നെ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഡേ 9 വീണ്ടും 3 മണിക്കൂർ നമ്മൾ ഇതുവരെ പഠിച്ച കണ്ടന്റ് എന്താണോ ആ കണ്ടന്റ് കവർ ചെയ്യുന്ന എല്ലാ MCQസും എത്രത്തോളം PYQs പഠിക്കാൻ പറ്റുമോ അത്രത്തോളം PYQസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഡേ 10 കയറിയാൽ 1.5 മണിക്കൂർ നിങ്ങൾ ഈ മാർക്കറ്റുകളെ കുറിച്ച്, അത് 1.5 മണിക്കൂർ കൊണ്ട് ചിലപ്പം തീരണമെന്നില്ല, കാരണം മാർക്കറ്റുകളാണ്. മാർക്കറ്റിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്നത് റാപ്പിഡായി നമുക്ക് പഠിക്കാനുണ്ട്. എന്നാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്കൊരു വാരി വലിച്ചുള്ള പഠനമല്ല വേണ്ടത്, അല്ലെ? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ തന്നെ പിന്നീടുള്ള 1.5 മണിക്കൂർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അവരുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഷോർട്ട് റൺ ഇക്വിലിബ്രിയം, ലോങ് റൺ ഇക്വിലിബ്രിയം കണ്ടീഷന്, അതേപോലെ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ്, അതിന്റെ ഫീച്ചേഴ്സ്, മറ്റുള്ളതിൽ നിന്നും ഇതെങ്ങനെയാണ് ഡൈവേഴ്സിഫൈഡ് ആകുന്നത് അല്ലെങ്കിൽ ഡിഫറെന്റ് ആകുന്നത് മുതലായ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെയുള്ള 1.5 മണിക്കൂർ ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, മോണോപ്പൊളി പവർ, അതേപോലെ കോർണോട്ട്, ബർട്രൻ, സ്റ്റാക്കിൾബർഗ്, ചാംബർലിൻ, കിങ്ഡ് ഡിമാൻഡ് കർവ്, ഇത്രയും പഠിക്കുക. ഇത്രയും പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വാരി വലിച്ചുള്ള പഠനമല്ല വേണ്ടത്, MCQ മോഡിലാണ് പഠിക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ്. അപ്പൊ ചില ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ സമയം ഡിവോട്ട് ചെയ്യേണ്ടി വരും, ചില ദിവസങ്ങളിൽ കുറച്ചു മതിയാകും, കാരണം അത് ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും,
നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ആ ഒരു ടൈം സ്പാന്റെ ഉള്ളിൽ തന്നെ ഇത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇത് പ്രിന്റ് എടുത്ത് വെച്ച് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കൊരു ടൈം ടേബിൾ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്തത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമത്തിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ടൈം ടേബിൾ എല്ലാം തന്നെ സെറ്റ് ചെയ്ത് ഫുള്ളി ക്രിസ്റ്റലൈസ് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് പ്രിന്റ് എടുത്ത് വെച്ച് നല്ലപോലെ പഠിക്കുക എന്നുള്ളതാണ്. സോ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ടൈം ടേബിൾ വെർഷന് താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് അവൈലബിൾ ആണ്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക. എൻട്രി ഇസ് ദയർ വിത്ത് യു. എൻട്രിയിൽ ഓൾറെഡി തന്നെ കോഴ്സസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ എൻട്രിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.